കാരുണ്യമാണ്. കുട്ടികളോട് കാരുണ്യത്തോടുകൂടി സഹവസിച്ച റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അനസ് ബിൻ മാലിക് എന്ന ഖാദിം എന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് എന്റെ കൊച്ചനുജൻ ഉമൈറിനോട് അല്ലാഹുവിന്റെ റസൂൽ കൊച്ചു വർത്തമാനങ്ങൾ പറയാറുണ്ടായിരുന്നു. യാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, ഓ ഉമൈറേ നിന്റെ കൊച്ചുകുരുവി എന്ത് ചെയ്യുന്നു ഉമൈറേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലേക്ക് താണുകൊണ്ട് കൊച്ചു വർത്തമാനത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കുശലങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുമായിരുന്നു. ഇതായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മാതൃക. ഇവിടുന്ന് റഹ്മത്താണ്, പറഞ്ഞാലും തീരാത്ത റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരിശുദ്ധ ഖുർആൻ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നു, ഇന്നക ലഅലാ ഖുൽഖിൻ അദീം, മഹോന്നതമായ സ്വഭാവത്തിന്മേലാണ് നബിയെ, അങ്ങ് മഹത്തരമായ സ്വഭാവത്തിലാണ് നബിയെ. അല്ലാഹു തന്നെ മദഹ് ചെയ്യുകയാണ്, അല്ലാഹു തന്നെ പുകഴ്ത്തി പറയുകയാണ്. അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നു, അങ്ങ് മഹത്തരമായ സ്വഭാവത്തിന്മേലാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഭാവം ഏതെന്നല്ലേ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മഹദി സാക്ഷ്യപ്പെടുത്തിയല്ലോ. വകാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് മറുപടി നൽകിയ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത്ര മനോഹരമായ സ്വഭാവം, വിട്ടുവീഴ്ചയുടെ പ്രതീകം, വിനയത്തിന്റെ പ്രതീകം, കാരുണ്യത്തിന്റെ പ്രതീകം.